ഹലോ ഹായ്. ലാൽ ജൂനിയർ അഥവാ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായ നടികർ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. കഥ എഴുതിയിരിക്കുന്നത് സുവിനസ് സോമശേഖരൻ, ക്യാമറ ആൽവിൻ ആൻ്റണി, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എക്സൺ ഗാരി പെരേരയും അതുപോലെ തന്നെ നേഹ നായരും ചേർന്നാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ വഴിതെറ്റിക്കാൻ ഇറക്കിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒട്ടും വർക്കാവാത്ത ഒരു വേസ്റ്റ് സിനിമയായിട്ടാണ് നടികർ എനിക്ക് പേഴ്സണലി തോന്നിയത്. പെർഫോമൻസ് വൈസും അത്ര കണ്ട് ആഹാ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. സിനിമയുടെ ഏറ്റവും മോശം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റാണ് സിനിമയുടെ ഏറ്റവും വലിയ വില്ലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസ് എപ്പോഴും സ്ക്രിപ്റ്റാണല്ലോ. ബേസ് കറക്റ്റായ അല്ലെങ്കിൽ ബേസ് എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും സിനിമയുടെ ടോട്ടൽ പരിപാടി. അപ്പോൾ ബേസ് തന്നെ മോശമായ അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒട്ടും കണക്റ്റ് ആയില്ല സിനിമ എന്ന് പറയുന്നത്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ഏകദേശം ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ത്രെഡ് നല്ലതായിരുന്നു, പക്ഷേ ആ ത്രെഡ് സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിക്കുന്നു. നമ്മൾ തുടക്കം എന്തൊക്കെയോ പരിപാടികളായിട്ട് തുടങ്ങി. എനിക്ക് തുടക്കം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, തുടക്കം ബിൽഡ് ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇടയ്ക്കൊന്ന് കയറും, പിന്നെ ഡൗൺ ആവും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനായി. ഇൻ്റർവെല്ലിന് ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇൻ്റർവെല്ലിന് ശേഷവും ആദ്യ പകുതിയിൽ എന്തായിരുന്നു അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ക്ലൈമാക്സിൽ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ക്ലീഷേ ക്ലൈമാക്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഭയങ്കര ക്ലീഷയും ആയിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഓവറായിട്ട് ഡ്രാമാറ്റിക് പരിപാടിയുമായിരുന്നു ക്ലൈമാക്സിൽ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയൊക്കെ ബലത്തിൽ എന്തൊക്കെയോ ഒന്ന് വർക്കാവാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് മൊത്തം ആ ക്ലൈമാക്സ് മാത്രം ചെറുതായിട്ടെങ്കിലും വർക്കായിട്ടുണ്ടെങ്കിൽ പോലും സിനിമയെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോ എനിക്ക് തോന്നിയത് ഒരു ഭയങ്കര എയർ പിടിച്ച് അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതിനു മുമ്പത്തെ പല കഥാപാത്രങ്ങളുടെയും ഒരു ഷെയ്ഡൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. ഭയങ്കരമായിട്ട് എയർ പിടിച്ച് അഭിനയിച്ചു. അതുപോലെ തന്നെ എയർ പിടിച്ച് അഭിനയിച്ച ഒരാളാണ് രഞ്ജിത്ത്. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള നമ്മുടെ അയ്യപ്പനും കോശിയും പോലെയുള്ള സിനിമകളിലൊക്കെ ഇതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു എയർ പിടിച്ച് അഭിനയിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സൗബിൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗബിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു ഘട്ടത്തിനകത്ത് സൗബിൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നിച്ചിട്ട് തൊട്ടടുത്ത സീനിൽ ഭയങ്കര ഓവറായിട്ട് തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ സൗബിൻ്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. ഇടയ്ക്ക് ഓവറായിട്ട് തോന്നുന്നു, ഇടയ്ക്ക് കൊള്ളാം എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എനിക്ക് കുറച്ചെങ്കിലും വർക്കായിട്ടുള്ളത് എന്താ പറയുക, സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്. സുരേഷ് കൃഷ്ണ കോമഡി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. ഇതിനു മുമ്പുള്ള പല സിനിമകളിലും എനിക്ക് ചേട്ടായിസ് പോലെയുള്ള അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ സുരേഷ് കൃഷ്ണയുടെ കോമഡി പരിപാടികൾ എനിക്ക് വർക്കായിട്ടുണ്ട്. ഈ സിനിമയിലും കുറച്ചെങ്കിലും വർക്കായിട്ടുള്ളത് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്. ബാലു വർഗീസും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല. നമ്മൾ ഈ പറയുന്ന കിങ് ലെയറിൽ ദിലീപിൻ്റെ കൂടെയുള്ള അതിൽ ദിലീപിനെ അണ്ണ എന്ന് വിളിച്ച് പുറകെ നടക്കുന്നതിന് പകരം ഇതിൽ ചേട്ടാ എന്ന് വിളിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര ഫ്രഷ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ അനൂപ് മേനോൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പെർഫോം ചെയ്യാനുള്ളൊരു പരിപാടി ക്ലൈമാക്സിലാണ്. അത് ഭയങ്കരമായി ഡ്രാമാറ്റിക് പരിപാടിയാണ് ക്ലൈമാക്സിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ചെങ്കിലും വർക്കായത് ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞാലും ഡ്രാമാറ്റിക് ആണ്, ക്ലീഷയാണ്. അവിടെ അനൂപ് മേനോൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഭാവന ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഇറങ്ങിയ ഒരു എന്താ പറയുക, മലയാളി ഫ്രം ഇന്ത്യയിൽ അനശ്വരയുടെ ക്യാരക്ടർ പോലെ ഒരു നായിക വേണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഭാവനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം. ഷൈൻ ടോം ചാക്കോ ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ക്യാരക്ടർ, അതെന്തിനായിരുന്നു എന്ന് പോലും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഈ അടുത്ത കാലത്ത് അദ്ദേഹം റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ ഒരു പരിപാടി ആകെ വളരെ നിസ്സാര സമയത്തേ വന്നു പോകുന്നുള്ളൂ. പക്ഷേ അതൊരു ഒരു രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി എന്നാണ് പറയാനുള്ളത്. പിന്നെ സിനിമയിലേക്ക് കൂടുതൽ ആഴത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സിനിമക്കുള്ളിലെ സിനിമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിനിമയിലെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ക്യാരക്ടറാണ് ടൊവിനോ തോമസ് ചെയ്യുന്നത്. എന്നാൽ അത്ര കണ്ട് വലിയ കാര്യമായിട്ട് അഭിനയിക്കാൻ അറിയാത്ത
സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് അവരാധിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ടൊവിനോ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പിന്നെ തുടക്കത്തിൽ തന്നെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു അമ്മയും അതുപോലെ തന്നെ ദിവ്യ പിള്ളയാണ് ക്യാരക്ടർ ചെയ്യുന്നത് ടൊവിനോൻ്റെ അമ്മയായിട്ട്. ചെറിയൊരു ക്യാരക്ടർ, അത് ചെറുപ്പകാലത്തിലെ അമ്മയായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു പയ്യൻ്റെയും കാണിക്കുന്നത്. അതിങ്ങനെ ഡിസ്റ്റർബായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2-3 സീനില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ലൈമാക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ടൊവിനോൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു എന്താ പറയുക ഒരു ബാഡ് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇത് കണക്റ്റ് ആവും എന്ന് നമുക്ക് തുടക്കത്തിലേ മനസ്സിലാവും. അത് എവിടെയായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു സിനിമ. കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ക്ലൈമാക്സിൽ അവർ ആ ഇമോഷണൽ പരിപാടിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന അമ്മയും മകനും തമ്മിലുള്ള ഒരു പരിപാടിയിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസും അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ കാര്യം എനിക്കൊരു ആവറേജ് ആയിട്ടൊക്കെ അങ്ങനെ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളിൽ കുറച്ച് ഭേദമായിരുന്നു എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ടെക്നിക്കലി എനിക്ക് അത്ര. പിന്നെ തുടക്കത്തിൽ സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയിലെ ഒരു ചെറിയൊരു രംഗം, ഒരു എന്താ പറയുക ക്യാമറ ഇങ്ങനെ ഒറ്റ ഷോട്ടിൽ മൂവ് ചെയ്യുന്നൊരു സീനുണ്ട്. അത് ഗംഭീരമായിരുന്നു. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ടെക്നിക്കലിയും അതുപോലെ തന്നെ പെർഫോമൻസ് വൈസും കഥ എല്ലാ വയസ്സും എനിക്ക് ഒട്ടും തൃപ്തി തോന്നാത്തൊരു സിനിമയാണ്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് ഞാൻ തംബ്നെയിലിൽ കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് ഒട്ടും എന്നെ തൃപ്തിപ്പെടുത്താത്ത എൻഗേജ് ചെയ്യാത്തൊരു സിനിമയായിട്ട് മാറി. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നല്ല രീതിയിൽ നല്ല ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ ആ ട്രാക്ക് ഒന്ന് തെറ്റിക്കാൻ ഇറക്കിയ ഒരു സിനിമയായിട്ടാണ് നടികർ എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയായിട്ട് വരാം. ബൈ ബൈ.